ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. ഇപ്പോൾ സമയം രാവിലെ 7 മണി കഴിയുന്നു. നല്ല വെളിച്ചമുണ്ട് കേട്ടോ. നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. നമ്മുടെ സൂര്യനെ ഇന്ന് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ കാണാൻ പറ്റുക. ഓക്കെ, താഴെ ഒരു തെങ്ങിൽ നിന്ന് വീണ് കിടക്കുന്ന ഒറ്റ തേങ്ങ. നമുക്ക് ഒരൊറ്റ തെങ്ങേ ഉള്ളൂ കേട്ടോ. സംഭവം ഇതാ, ഒരൊറ്റ തെങ്ങും ഒരൊറ്റ പ്ലാവും മാത്രമുള്ള ഒരു വീടാണ്. ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നു. രാവിലെ ഒരു പച്ചപ്പുകളൊക്കെ കാണാൻ പറ്റും. ഞാൻ രാവിലെ ജസ്റ്റ് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങും കേട്ടോ. ഒരു രസമൊക്കെ കാണാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളാം കേട്ടോ. കുറച്ച് പച്ചപ്പൊക്കെ ഇങ്ങനെ എടുത്തു നിങ്ങൾ കൂടി ഇങ്ങനെ ഷെയർ ചെയ്യാം എന്ന് കരുതി. ഈ മരത്തിൻ്റെ പേര് ഇതുവരെ ആർക്കും അറിയാത്തൊരു മരം കേട്ടോ. നമ്മുടെ ഷെഡിൻ്റെ അടുത്ത് നിൽക്കുന്നു. ഞാനന്ന് കട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. ക്രോപ്പ് ചെയ്ത് നിർത്തിയിരുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ ചില തിരക്കുകളിൽ പെട്ടപ്പോഴും ആ ക്രോപ്പിംഗ് നടന്നില്ല. ഇപ്പോൾ ആശ വളർന്ന് വലുതായിട്ടുണ്ട്. ക്രോപ്പ് ചെയ്ത് നിർത്തണം. പക്ഷേ ഒരു വെറൈറ്റി ലീഫാനൊക്കെ അതിൻ്റെ ലീഫേ എനിക്ക് പച്ചപ്പ് ഇഷ്ടമായതുകൊണ്ട് അന്ന് ഞാൻ മുറിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ നമ്മുടെ കുറച്ച് പ്ലാന്റ്സ്. ഓക്കെ, വലിയ പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അവർ മണി പ്ലാന്റ്. ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. കുക്കിംഗ് റെസിപ്പിയാട്ടോ. ലഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണ്. അത് കണ്ടു നോക്കുക. അത് പേരില്ലാത്തൊരു റൈസാണ്. നിങ്ങൾക്ക് തന്നെ അതിന് യോജിച്ച പേര് നൽകാം. കണ്ടു നോക്കുക. മാക്സിമം ചാനൽ കണ്ടിട്ടില്ലാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുക്കിംഗ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും. ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഒത്തിരി ലേറ്റായി. ഞാൻ പുറത്തൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നേരെ സ്ട്രൈറ്റ് ഇതിലേക്ക് കിടക്കുക കേട്ടോ. ഇതൊക്കെ ഒരു വീട്ടമ്മമാരുടെ എന്താ പറയേണ്ടത്, ഒട്ടപ്പാച്ചിൽ. വീട്ടമ്മമാരുടെ ഓട്ടപ്പാച്ചിൽ. അത് ചിലർ മനസ്സിലാക്കുന്നു, കുടുംബാംഗങ്ങൾ, ചിലർ മനസ്സിലാക്കുന്നില്ല. അതിലേക്ക് നമുക്ക് കിടക്കണ്ട. ഞാൻ ഇന്നൊരു വെറൈറ്റി ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. ഇത് ലോക്ക്ഡൗൺ ചലഞ്ചായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനെയും നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് സെയിം കല്യാണ വീടുകളിലെ ബിരിയാണിയുടെ അതേ ടേസ്റ്റുള്ള, ബിരിയാണിയുടേതോ പുലാവിൻ്റെതോ അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്ന ഒരു റൈസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ. പേര് നമ്മൾക്ക് ലാസ്റ്റ് ഇടാം. നിങ്ങൾ തന്നെ ഇട്ടാൽ മതി. ഈ ഒരു കപ്പിൽ 2.5 കപ്പ് സാധാ ബീറ്റി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ചൈതന്യയുടെ സാധാരണ ബീറ്റി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2.5 കപ്പിലേക്ക് ആവശ്യമായ 3 തക്കാളി, കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം കേട്ടോ. 2 വലിയ സവാളയും 2 ചെറിയ സവാളയും 4 സവാള, ഒരു 10 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഇതിൽ നമുക്ക് ചിക്കൻ ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര ചിക്കനേ ഉള്ളൂ, മനസ്സിലായോ? ഇത്ര ചിക്കനേ കയ്യിലുള്ളൂ. ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാല, മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി. ബാക്കിയുള്ള ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടെന്നുള്ളത് നമുക്ക് ഓൺ ദി പ്രോസസ്സിങ്ങിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിലേക്ക് റൈസും കൂടി ഉൾപ്പെടെ ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ടാണ് ഈ ഒരു പാൻ ഞാൻ വെച്ചത്. ഫ്രൈ പാൻ ആണെങ്കിൽ എനിക്ക് ഇത്രയും വലിപ്പമുള്ള ഫ്രൈ പാൻ ഇല്ല. അതുകൊണ്ട് ഫ്രൈ പാനിൽ ആദ്യം വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളിയൊന്നും ഒരുപാട് വഴരേണ്ട കാര്യമില്ല ഈ റൈസിന്. നമുക്ക് ആദ്യം ഇതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നെയ്യാണ് കേട്ടോ. ഞാൻ മിൽമയുടെ നെയ്യാണ്. ഒരു 4-5 സ്പൂൺ നെയ്യ് ഇതിലിട്ടിട്ടുണ്ട്. മാക്സിമം നെയ്യാണ് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിവാക്കിയാൽ അത്രയും ബെറ്റർ. ഇതിലേക്ക് കുറച്ച് പട്ട, ഏലക്ക, തക്കോലം, പെരുംജീരകം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ആദ്യം ഒന്നിട്ട് കൊടുക്കുക. ഓക്കെ, വീഡിയോ എടുക്കാൻ ആളില്ല, തനിച്ചാണ് എടുക്കുന്ന കേട്ടോ. എന്തെങ്കിലും പോരായികകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതൊന്ന് ഫ്രൈ ആവുന്ന സമയം തന്നെ നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന സവാള
കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയിൽ ഒരുപാട് വഴലുണ്ട് കേട്ടോ, ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. കുറച്ചതിൻ്റെ ആ ഒരു പച്ച അങ്ങ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, കുറച്ച് കൂടി ഇട്ടിട്ട്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കുക്കറിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇവിടെ മക്കൾക്ക് കുക്കറിൽ വയ്ക്കുന്ന ഗീ റൈസ് ആയാലും ബിരിയാണി ആയാലും കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ തന്നെ ആക്കിയത്. ഇളക്കി കൊടുക്കുക. ഇതേ സമയം തന്നെ നമുക്ക് സ്ലൈസാക്കി വെച്ചിരിക്കുന്ന മറ്റക്കൂട്ടുകളുണ്ടല്ലോ, നമ്മളാ തക്കാളി, പച്ചമുളക് എല്ലാം ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കുറച്ച് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈമിൽ എന്താ ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ അതിനെ കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം വേണമെങ്കിൽ ഇതിലിത്തിരി സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ പച്ചപ്പ് മാറി വരും. ഈ ടൈമിൽ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചിക്കൻ മസാല ഇട്ടാലും മതി. എൻ്റെ കയ്യിൽ ഈ ഒരു 3-4 പീസ് ചിക്കൻ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചിക്കൻ ആഡ് ചെയ്ത്. ഇതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട് കേട്ടോ, അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഞാനൊരു മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് കൂടി കണ്ടോ കട്ട് ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ്, ഞാൻ നേരത്തെ മറന്നുപോയതാണ്. ഇതിനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇടാനുള്ള മസാല റെഡിയാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഈ സ്പൂണിൻ്റെ അളവിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ, പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇതിൽ അത്ര ടേസ്റ്റ് അല്ല, കുറച്ച് കുരുമുളക്, ഇതിലൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ഇതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വല്ല മസാലയുടെ വല്ല ആവശ്യമുണ്ടോ എങ്കിലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഇതിൻ്റെ ആവശ്യമേ വേണ്ടി വരും. ഇതിനെ ഒന്ന് കുറഞ്ഞ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്ത പ്രോസസ്സിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ടൈമിൽ അതൊരു 2-3 മിനിറ്റ് ആ മസാല അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ എടുത്തു വെച്ച റൈസ് ഉണ്ടല്ലോ, 2.5 കപ്പ് റൈസ് ഒരു 15 മിനിറ്റ് ഞാൻ കുതിർക്കാനിട്ടിരുന്നു. അതിനെ നല്ലതുപോലെ വെള്ളം കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത റൈസിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാനിപ്പം വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട് സ്ട്രൈറ്റ് നേരെ കയറി പെട്ടെന്ന് ഇതെല്ലാം അരിഞ്ഞു റൈസ് എടുത്തു. ഒരു 10 മിനിറ്റ് കൂടി ആവത്തില്ല ഈ ഇതുവരെ എത്തിയ പ്രോസസ്സിങ് ടൈം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ,
ഈ ടൈമിൽ കുറച്ച് നെയ്യ് കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മാക്സിമം നെയ്യ് കുറയ്ക്കുകയാണ്. ഓക്കെ, കുറച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, പട്ട, പെരുംജീരകം എല്ലാം കൂടി അരച്ചതാണ്. ഒരുപാട് സ്മാഷായിട്ട് അരയ്ക്കാൻ എനിക്കിൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പറ്റത്തില്ല. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ ഈ റൈസിനെ ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ റൈസ് എടുത്ത് 2.5 കപ്പ് റൈസ് അല്ലേ, ഞാൻ ഇതിലേക്ക് ഒരു 4.5 കപ്പ് ആ കപ്പിൻ്റെ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളവും കൂടി നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിട്ടിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം ഈ ഒരു കുക്കിംഗ് ടൈമിൽ തന്നെ വെന്തോളും കേട്ടോ. അത് പ്രത്യേകിച്ച് നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇത്ര വെള്ളം എടുത്തിരിക്കുന്നത് ഇതുകൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം കഴിഞ്ഞു, സത്യം പറഞ്ഞാൽ സംഭവം കഴിഞ്ഞു കേട്ടോ. ഇതിന് കുക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ കുറേ ടൈം നമുക്കത് തിളച്ച് വരുന്നത് വരെ വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മാക്സിമം കുക്ക് ചെയ്ത് നമുക്ക് ഒരു സെറ്റപ്പ് റൈസാക്കി എടുക്കാം. പേരില്ലാത്ത റൈസാണ്, എല്ലാ ടേസ്റ്റും ഉണ്ട്. കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് ആയിട്ടാ. ഞാൻ ഇതൊരു വീട്ടിൽ നിന്ന് കഴിച്ചു, 2 ദിവസം മുന്നേ കഴിച്ചു. അങ്ങനെ ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാൻ അടച്ച് വേവിക്കാം. നമ്മുടെ റൈസ് ഓൺ പ്രോസസ്സിങ്ങിലാണ്. ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്ത് ഈ സമയം ഇട്ട് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കണമെങ്കിലും ചേർക്കാം. ക്യാരറ്റോ ബീൻസോ അങ്ങനെയൊക്കെ സംഭവങ്ങളില്ലേ, അതൊക്കെ ആണെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ ആ ഒരു രീതിയിലാകുമ്പോൾ അത് വേറൊരു സ്റ്റൈലായിപ്പോൾ റൈസ്, അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം കേട്ടോ, സെപ്പറേറ്റ് കിടക്കരുത്. ഈ റൈസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി വെന്ത് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് റൈസ് ഉണ്ടല്ലോ, ആ റൈസ് ആയിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ, പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്തു. നമുക്ക് ലാസ്റ്റിന് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും ഒരു സ്വല്പം എസൻസ്, ഒരു മണത്തിന് വേണ്ടി. എസൻസ് ഓപ്ഷണലാണ്, എനിക്ക് എസൻസിന്റെ മണം അധികം ഇഷ്ടമല്ല, പക്ഷെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട്. നമ്മളിതിൽ വേറെ മസാലാസ് ഒന്നും അധികം ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു സ്വല്പം എസൻസും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്തു. ഒരു കുഞ്ഞ് 2 ഡ്രോപ്പ് മതി കേട്ടോ എസൻസ്. ഞാനിതാ 2 ചെറിയ ഡ്രോപ്പ് അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് ഇതിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് 2-3 ഐറ്റംസും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. അതിനെ ഞാൻ സെറ്റ് ചെയ്തൊന്ന് കാണിക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത റൈസ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ, സംഭവം സൂപ്പറാണ്. അതിന്റെ കൂടെ കുറച്ച് സൈഡ് ഡിഷസും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോക്ക്ഡൌൺ ചലഞ്ച് എന്ന് തന്നെ പറയാം കേട്ടോ. 3 പീസ് 4 പീസും ഉണ്ട്. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സെയിം ബിരിയാണിയുടെ ടേസ്റ്റുള്ള ഒരു റൈസാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ സൈഡിഷായിട്ട് കുക്കുംബറും ക്യാപ്സിക്കവും ഒനിയനും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു സലാഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവരോൺ പപ്പഡ്, ലൈം പിക്കിൾ, മുട്ട. പിന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ അറിയാലോ, ജീരക വെള്ളം. എല്ലാത്തിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. മുട്ടയുടെ പകുതി, കുറച്ച് റൈസ്, ചിക്കനൊക്കെ കണ്ടോ 2-3-4 പീസ് ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് പിക്കിള്, സലാഡ്, പിന്നെ മുട്ട എന്ന് പറയുന്നത് അത് എനിക്ക് ഒരിക്കലും
ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത സംഭവം കേട്ടോ. സൂപ്പർ. ശരിക്കും ബിരിയാണിയും അല്ല പുലാവും അല്ല, അങ്ങനത്തെ ഒരു സംഭവം. പേരെന്തായാലും നിങ്ങൾ തന്നെ ഇട്ടേക്ക് കേട്ടാ. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന് മാച്ച് ആവുന്ന പേരെന്താ അത് നിങ്ങൾ തന്നെ ഇടുക. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ വീണ്ടും ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നു. സേഫ് ആയിരിക്കുക. അസ്സലാമു അലൈക്കും.